ഓക്കെ, നമ്മളിന്ന് കൗണ്ടിങ് ഫിഗേഴ്സിൽ ട്രയാങ്കിൾ കൗണ്ട് ചെയ്തെടുക്കുന്നതിൻ്റെ പുതിയ അടുത്തൊരു മോഡലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് തോന്നാം, ഈ ഒരു മോഡൽ നമ്മൾ നേരത്തെ ചെയ്തതല്ലേ എന്ന് തോന്നാം. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തു, പക്ഷേ ഈ ഒരു ഫിഗർ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന മോഡലുമായിട്ട് സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ഈ ട്രയ ഈ ഒരു ഫിഗർ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇതിനകത്ത് 5 ട്രയാങ്കിൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇതിനകത്ത് 5 ട്രയാങ്കിൾ ഉണ്ടെന്ന് നമുക്കറിയാം, ഓൾറെഡി നമ്മളത് പഠിച്ചതാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന പുതിയ മോഡൽ എങ്ങനെയാണെന്ന് നോക്കണം. ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ടാകും. ഓക്കെ, ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ടാവും. ആ വലിയ ട്രയാങ്കിളിൻ്റെ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ടാവും. ഇതേപോലെ ഇങ്ങനെ പാരലൽ ലൈൻസ് വരും. എന്നിട്ട് അതിൻ്റെ ബേസിനകത്ത് ദാ ഇങ്ങനെ കിടക്കത്തക്ക രീതിയിൽ ട്രയാങ്കിളുകൾ ഉണ്ടാവും. ഇതിൻ്റെ ബേസിൽ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ കുറച്ചുകൂടി ഫിഗറുകൾ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ടത് മനസ്സിലാവും. കണ്ടോ, ഇതുപോലെ വരും. രണ്ട് ഇങ്ങനെ പാരലൽ ലൈൻസ് വന്നു, എന്നിട്ട് ഇങ്ങനെ 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 ദെൻ അടുത്ത ഫിഗർ ഉണ്ടോ. ഇതാണ് നമ്മുടെ പുതിയ മോഡലായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസ് സ്ട്രക്ചർ ആയിരുന്നു ഈ കണ്ടത്. സെയിം അതേ ഫിഗർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ 5 ഉണ്ടെന്ന് വേറൊരു മെത്തേഡിൽ പഠിച്ചു. ഓക്കെ, ദെൻ ഈ ഒരു ഫിഗറിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കിയേക്കാം. ഈ ഒരു ഫിഗറിൽ ആദ്യമേ നമുക്ക് മാനുവലായിട്ട് എണ്ണിയെടുക്കാം. മാനുവലായിട്ട് എണ്ണിയെടുക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 ഉണ്ടല്ലോ. 9 ട്രയാങ്കിൾ അവിടെയുണ്ട്. തീർന്നിട്ടില്ല. വലിയ ട്രയാങ്കിൾ 10. വലിയ ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിച്ചത് ആ നീല കളറിൽ 10 ആയില്ലേ. ദെൻ അടുത്തത് നോക്കാം. അടുത്തത് 11ാമത്തെ ട്രയാങ്കിൾ. ഇതാണ് 11ാമത്തെ ട്രയാങ്കിൾ, കണ്ടല്ലോ. ഇനി 12ാമത്തെ ട്രയാങ്കിൾ. ഇതാണ് 12ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, ദെൻ ഇത് വന്നിട്ട് 13ാമത്തെ ട്രയാങ്കിൾ. മൊത്തം ഇതിനകത്ത് 13 ട്രയാങ്കിൾ ആണ് വരുന്നത്. ടോട്ടല് എത്ര ട്രയാങ്കിൾ ഉണ്ട്? 13 ട്രയാങ്കിൾ ആണ് ഈ ഒരു ഫിഗറിൽ വരുന്നത്. ഓക്കെ, 13 ട്രയാങ്കിൾ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ നമ്മൾ 5 ഓർത്തല്ലോ. ഇതിനകത്ത് 13. ഇനി നമ്മുടെ ട്രിക്ക് യൂസ് ചെയ്യാം. എപ്പോഴും ബേസിക് ഫിഗർ മനസ്സിലുണ്ടാകണം. ബേസിക് ഫിഗർ എങ്ങനെയാണ് വരേണ്ടത്? ഇതേപോലെ തന്നെ ബേസിനകത്ത് ഇങ്ങനെ ട്രയാങ്കിൾ അടക്കുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ട്രിക്ക് വരുന്നത് ഈ ഒരു ഐറ്റത്തിനെ ബേസ് ചെയ്താണ്. ഈ ഒരു ഐറ്റം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏറ്റവും ബേസിൽ, ഏറ്റവും താഴത്തെ ലൈനിൽ എത്ര ട്രയാങ്കിൾ വന്ന് വീണ് കിടപ്പുണ്ട് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഏറ്റവും താഴത്തെ ലൈനിൽ എത്ര ട്രയാങ്കിൾ കിടപ്പുണ്ട്? ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾ. ഓക്കെ, 2 ട്രയാങ്കിൾ. ഈ ഒരു ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ട്രിക്ക് വരുന്നത്. അപ്പോൾ അവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ടോ ആ നമ്പേഴ്സ് ഇവിടെ എടുത്തെഴുതുക. 1, 2. ഓക്കെ, 1, 2. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ട്രിക്കിൽ നമ്മൾ ചെയ്തു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒന്നിന് നേരെ നിങ്ങൾ ഒന്നെന്ന് തന്നെ എഴുതുക. ഒന്നിന് നേരെ ഒന്നെന്ന് തന്നെ എഴുതുക. എന്നിട്ട് ഈ 1ഉം ഈ 2ഉം കൂടി കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. എത്ര വരും? 3 വരും. ഓക്കെ, എന്നിട്ട് ഈ 2 നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 4 വരും. 4 വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എല്ലാ മോഡലിനും ഈ രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പിൽ താഴത്തെ നമ്പറിനി നമുക്ക് വേണ്ട, മുകളിലത്തെ നമ്പർ വേണം. താഴത്തെ നമ്പർ വേണ്ട, മുകളിലത്തെ നമ്പർ വേണം. അപ്പോൾ ഇതിൽ ടിക്ക് ചെയ്ത ഏത് മാത്രമുള്ള 1 മാത്രമാണുള്ളത്. അപ്പോൾ ഇതിൽ 5 ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്. ഇതിൽ എത്ര ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്? 5 ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്. നമ്മൾ നേരത്തെയും നോക്കിയപ്പോൾ എത്ര ട്രയാങ്കിളാണ് വന്നത്? 5 ട്രയാങ്കിളാണ് വന്നത്. ഓക്കെ,
ഇതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. നമുക്കൊന്നുകൂടി നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അപ്പം 5ൻ്റെ ഓക്കെ ആയേ. ഇനിയിപ്പോൾ നമുക്ക് 13ൻ്റെ ഉണ്ട് അല്ലേ, 13ൻ്റെ ഉണ്ട്. നമുക്ക് നോക്കാവേ, അടുത്ത ഫിഗർ നോക്കാം. അടുത്ത ഫിഗർ നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു മോഡലാണെങ്കിൽ ബേസിനകത്ത് എത്ര ട്രയാങ്കിൾ കിടപ്പുണ്ട് എന്ന് നോക്കുക. ബേസിനകത്ത് 1 2 3 ട്രയാങ്കിൾ കിടപ്പുണ്ട്. ബേസിനകത്ത് 3 ട്രയാങ്കിൾ, 1 2 3 ട്രയാങ്കിൾ. അപ്പം എന്ത് ചെയ്യണം? 1 2 3 എന്ന് പറഞ്ഞ് എഴുതണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? 1ന് നേരെ 1 എന്ന് തന്നെ എഴുതണം. എന്നിട്ട് ഈ 1ഉം ഇവിടെയുള്ള 2ഉം തമ്മിൽ ആഡ് ചെയ്യണം. എത്ര വരും? അപ്പം 3 വരും. ഈ 3ഉം ഇവിടെയുള്ള 3ഉം തമ്മിൽ ആഡ് ചെയ്യണം. അപ്പം എത്ര വരും? 6 വരും. 6 വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇത് തമ്മിൽ എടുത്ത് കൂട്ടുക. ഇത് തമ്മിൽ എടുത്തിട്ട് കൂട്ടുക. 6ഉം 3ഉം 6ഉം 3ഉം 1ഉം 10 എന്ന് പറഞ്ഞ് കിട്ടത്തില്ലേ? 10 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി എന്ത് ചെയ്യണം? താഴെ ഇൻറ്റു, ദെൻ ടിക്ക്, ദെൻ ഇൻറ്റു. താഴത്തുനിന്ന് ഇൻറ്റു ടിക്ക് ഇട്ട് വരിക. ഓക്കെ, എന്നിട്ട് ആ ടിക്ക് മാർക്ക് ഉള്ളത് മാത്രം ആഡ് ചെയ്യുക. ടിക്ക് മാർക്ക് ഉള്ളത് മാത്രം എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ എത്ര വരും? 13 എന്ന് പറഞ്ഞു വരും. ടോട്ടൽ എത്ര വരും? 13. നമ്മൾ നേരത്തെ മാനുവലായിട്ട് എണ്ണി എടുത്തപ്പോൾ എത്ര തന്നെയാണ് വന്നത്? 13 തന്നെയാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫിഗർ നമുക്ക് ട്രിക്ക് വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? താഴെ 1 2 3 4 ട്രയാങ്കിൾ, 1 2 3 4 ട്രയാങ്കിൾ. ഇനി എന്ത് ചെയ്യണം? 1 3 6 10. 1 3 6 10. ഓക്കെ, 16 16 3 19 20. ഓക്കെ, ദെൻ ഇൻറ്റു ടിക്ക് ഇൻറ്റു ടിക്ക്. അപ്പോൾ ഇവിടെ എത്ര വരും? 6 1 7. ഇതിനകത്ത് 27 ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്. എത്ര ട്രയാങ്കിളാണ് വരുന്നത്? 27. അപ്പോൾ ഈ ഒരു മോഡലാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത മോഡൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.